പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മാർച്ച് 26 വ്യാഴം. 2 കൊരിന്ത്യർ 6 അധ്യായം 2 വാക്യം. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം. നാം പലപ്പോഴും ഒരു വാക്ക് പറയാറുണ്ട്, ഇനി നാളെ തുടങ്ങാം. പശ്ചാത്താപവും പ്രാർത്ഥനയും ആത്മീയ ജീവിതവുമെല്ലാം നാളേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം നമ്മിൽ പലർക്കും ഉണ്ടാകാം. എന്നാൽ ദൈവം ഇന്ന് നമ്മോട് ശക്തമായി സംസാരിക്കുന്ന ഒരു വാക്യം ഉണ്ട്. ഇപ്പോഴാണ് അനുഗ്രഹകരമായ സമയം, ഇപ്പോഴാണ് രക്ഷയുടെ ദിവസം. ഇതൊരു സാധാരണ ക്ഷണം മാത്രമല്ല, ദൈവത്തിൻ്റെ അടിയന്തരമായ വിളിയാണ്. ഇന്നത്തെ സന്ദേശം ദൈവത്തിൻ്റെ സമയം ഇപ്പോഴാണ്, നാളെയല്ല എന്നതാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്തെന്ന് ചോദിച്ചാൽ അത് വൈകിപ്പോയ അവസരങ്ങൾ. നാം പല കാര്യങ്ങളും മാറ്റിവെക്കുമ്പോൾ ചിലത് ദൈവത്തിൻ്റെ കൃപയും സമയവും നമുക്ക് നഷ്ടപ്പെടാം. നാളെ എന്ന ചിന്ത നമ്മെ പലപ്പോഴും ആത്മീയമായി പിന്നോട്ട് തള്ളാറുണ്ട്. സഭാപിതാക്കന്മാരായ സെന്റ് ജോൺ ക്രിസോസ്റ്റം പറയുന്നു, നാളെ എന്നത് പിശാചിൻ്റെ ഏറ്റവും വലിയ വഞ്ചനയാണ്, ഇന്നാണ് ദൈവത്തിൻ്റെ സമ്മാനം. സെന്റ് എഫ്രേം പറയുന്നു, ഇന്നത്തെ ദിവസം ദൈവം നമുക്ക് നൽകിയ കൃപയുടെ വാതിലാണ്. നാളെ ആ വാതിൽ തുറന്നിരിക്കുമോ എന്നത് നമുക്കറിയില്ല. ഈ വാക്കുകൾ നമ്മെ ഒരു വലിയ സത്യത്തിലേക്ക് നയിക്കുന്നു. രക്ഷയും പശ്ചാത്താപവും അനുഗ്രഹവും ഇപ്പോൾ തന്നെ സ്വീകരിക്കേണ്ടതാണ്. നമ്മിൽ പലരും ചിന്തിക്കും, ഇന്ന് ആസ്വദിക്കാം, നാളെ മുതൽ ഞാൻ മാറും. എന്നാൽ ഓരോ ദിവസവും നാളെ എന്ന് മാറ്റിവെച്ചാൽ അത് വർഷങ്ങളായി മാറും. ഒടുവിൽ നാം തിരിച്ചറിയും, ഞാൻ ജീവിതം നഷ്ടപ്പെടുത്തി. കാരണം ഞാൻ എൻ്റെ ഇപ്പോൾ നഷ്ടപ്പെടുത്തിയെന്ന്. പ്രിയരെ, നമുക്ക് ആവാതെ ഇരിക്കാൻ ഇപ്പോൾ തന്നെ ദൈവത്തെ തിരഞ്ഞെടുക്കാം. ഓർക്കേണ്ടതായ ചില സത്യങ്ങൾ ഇവയാണ്. നാളെ ഒരു വാഗ്ദാനമല്ല, ഇന്ന് ഒരു അവസരമാണ്. ദൈവം ഇപ്പോൾ വിളിക്കുന്നു, നാം കേൾക്കുന്നുണ്ടോ? വൈകിയ അനുസരണം യഥാർത്ഥ അനുസരണമല്ല. ഇന്നത്തെ അതെ എന്നത് നാളത്തെ അനുഗ്രഹമായി മാറും. ഇപ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഞാൻ ദൈവത്തിൻ്റെ വിളി എത്രത്തോളം മാറ്റിവെക്കുന്നുണ്ട്? എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ അനുസരിക്കേണ്ട എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിൻ്റെ കൃപയുടെ സമയം ഞാൻ നഷ്ടപ്പെടുത്തുന്നുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, ജീവിതം വളരെ ചെറുതാണ്, എന്നാൽ ദൈവത്തിൻ്റെ കൃപയുടെ വാതിൽ ഇപ്പോൾ തുറന്നിരിക്കുന്നു. അതിനാൽ നമുക്കിന്ന് തന്നെ തീരുമാനമെടുക്കാം. ഇന്ന് തന്നെ നമുക്ക് തിരിഞ്ഞു വരാം. ഇന്ന് തന്നെ രക്ഷ അനുഭവിക്കാം. കാരണം സത്യത്തിൽ ഇപ്പോഴാണ് ദൈവത്തിൻ്റെ സമയം. അത് തക്കത്തിൽ വിനിയോഗിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്നത്തെ ഈ സന്ദേശത്തിലൂടെ ഞങ്ങൾ സംസാരിച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്നു. നാളേക്കായി എല്ലാം മാറ്റിവെക്കുന്ന മനസ്സിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഇന്ന് തന്നെ നിന്നെ നേടാനും, ഇന്ന് തന്നെ മാറാനും, ഇന്ന് തന്നെ രക്ഷ അനുഭവിക്കുവാനും ഞങ്ങൾക്ക് കരുണ നൽകണമേ. ഞങ്ങളുടെ ഹൃദയം തുറന്ന് നിന്റെ കൃപയുടെ സമയത്തെ തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇപ്പോൾ തന്നെ നിന്നെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.